ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മാത്രം മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. നിങ്ങൾ നിങ്ങളോട് തന്നെ ദിവസവും സംസാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ മറ്റൊരാളോടും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ദയാലുവായിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കുക. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയുമില്ല. സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ച് അകലം നല്ലതാണ്. സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കാണാൻ വരുന്ന 100 ആളേക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ വിഷമം കേൾക്കുന്ന ഒരാൾക്ക്. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. എന്നാൽ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. ശരിയായ സമയമെന്നാൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പാഴാകും. ഒന്നും സംഭവിക്കില്ല. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാവില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടിവരില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നത് മനസ്സിൻ്റെ വിശാലതയാണ്. അത് കുറവായി കാണുന്നത് കാര്യശേഷിയില്ലായ്മയാണ്. എത്ര തവണ പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നവനും മനസ്സിൽ പരാജയം സമ്മതിക്കാത്തവനുമാണ് യഥാർത്ഥ വിജയി. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. ജീവിതത്തിൽ എന്ത് നേടിയാലും ഒരിക്കൽ അതെല്ലാം നഷ്ടമാകുമെന്ന് ചിലർ പറയും. പക്ഷെ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്, ചിലരുടെ ഓർമ്മകൾ. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന വാക്കിൽ ചതി ഉണ്ടാവരുത്, വഞ്ചന ഉണ്ടാവരുത്. പകരം സുരക്ഷിതത്വം ഉണ്ടാവണം, വിശ്വാസമുണ്ടാകണം. അതിനെല്ലാം ഉപരി സ്നേഹമുണ്ടായിരിക്കണം. അത് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ജീവിതത്തിലായാലും. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ച് ഉണ്ടാകണമെന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും പിരിയുകയില്ല. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ യോഗ്യമാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ട്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ അത് എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിന് തന്നെയാണ്. അതിലെ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലെകളും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും. ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദന ഉണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ, ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. അതൊരിക്കലും ഒരു നഷ്ടമല്ല. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്ന് മനസ്സിലാവാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. നമുക്ക് ലഭിച്ചിട്ടുള്ള
ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയം അസ്വസ്ഥമാവുകയില്ല. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്.